പുനഃപ്രസിദ്ധീകരിച്ച നീറ്റ് UG പരീക്ഷയിൽ മലയാളിക്ക് തന്നെ ഒന്നാം റാങ്ക് 720 മാർക്ക് നേടിയ കണ്ണൂർ സ്വദേശി ശ്രീനന്ദ് ശർമിളിനാണ് ഈ മികച്ച വിജയം. പട്ടിക പുതുക്കിയതോടെ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ കുട്ടികളുടെ എണ്ണം 67 നിന്ന് 17 കുറഞ്ഞിട്ടുമുണ്ട്. അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി. അർജുൻ, നേരത്തെ സുതാര്യമായല്ല പരീക്ഷ നടത്തിയത്. അതിന്റെ ഭാഗമായി അതിനെ പുനഃപരിശോധിക്കണമെന്ന സുപ്രീം കോടതി ഉൾപ്പെടെ കർശന ഇടപെടലിനെ തുടർന്ന് പുനഃപ്രസിദ്ധീകരിച്ച പട്ടികയിലെ മാറ്റങ്ങൾ അതെങ്ങനെയാണ്? രതീഷ്, സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുതുക്കിയ ലിസ്റ്റ് അതിപ്പോൾ ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ 67 ആദ്യം ഈ ഒന്നാം റാങ്ക് നേടിയവരുടെ എണ്ണം എന്ന് പറയുന്നത്. അത് പിന്നീട് സമയത്തിന്റെ പേരിൽ സമയം കുറഞ്ഞു എന്നതിന് ഒരു കാരണം പറഞ്ഞ് ഗ്രേസ് മാർക്ക് നൽകിയവർക്ക് റീടെസ്റ്റ് നടത്തിയിരുന്നു. അതിന് പിന്നാലെ 67 എന്നുള്ളത് 61 ചുരുങ്ങിയിരുന്നു ഈ ഒന്നാം റാങ്ക് നേടിയവർ. അതാണ് ഇപ്പോൾ 17 എന്നുള്ള രീതിയിലേക്ക് കുറഞ്ഞെത്തിയിരിക്കുന്നത്. ഈ 17 എന്നുള്ളത് എത്തുന്നത് ഫിസിക്സ് വിഷയത്തിലെ ഒരു ചോദ്യം, അതിൽ പഴയ സിലബസും പുതിയ സിലബസും തമ്മിലുള്ള പ്രശ്നത്തിൽ 2 ഉത്തരങ്ങൾ എഴുതിയവർക്കും ഒരേ മാർക്ക് നൽകിയിരുന്നു. അത് കൃത്യമായിട്ടുള്ള സിലബസ് പരിശോധിച്ച് ഒരു ഉത്തരത്തിന് മാത്രം മാർക്ക് നൽകാൻ, ശരിയായ മാർക്ക് നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു, നിർദ്ദേശം നൽകിയിരുന്നു. ആ ഒരു നീക്കത്തിന് കൂടി പിന്നാലെയാണ് ഇപ്പോൾ പുതുക്കിയ ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിലാണിപ്പോൾ 17 പേർക്ക് ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നത്. നേരത്തെ ഈ ഒരു ചോദ്യത്തിന് ശരിയായ 2 ഉത്തരം എഴുതിയവർക്കും ഒരേ മാർക്ക് നൽകിയതിൽ 720 720 മാർക്ക് ലഭിച്ച 61 പേരുണ്ടായിരുന്നു. അതിൽ ഒരു ഉത്തരത്തിന്റെ മാർക്ക് കുറച്ചപ്പോൾ 5 മാർക്ക് കുറഞ്ഞാണ് ഇത്തരത്തിൽ 17 എന്നുള്ള രീതിയിലേക്ക് 17 ഒന്നാം റാങ്ക് നേടിയവർ എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഈ പുതിയ ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിലാണ് നിലവിൽ ഒരു മലയാളിക്ക് ഒന്നാം റാങ്ക് ഉള്ളത്. നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന ലിസ്റ്റിലും ഈ ശ്രീനന്ദ് എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശിക്ക് ഒന്നാം റാങ്ക് തന്നെ ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അന്ന് ലിസ്റ്റിലുണ്ടായിരുന്ന 4 പേരാണ് ആകെ മലയാളികൾ ഉണ്ടായിരുന്നത്. അതിൽ 3 പേർക്ക് ഇപ്പോൾ ഒന്നാം റാങ്ക് നഷ്ടമായിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് മലയാളി ഈ 17 പേരിൽ ഉൾപ്പെടുന്നത്. ഒന്നാം റാങ്ക് നേടിയ 17 പേരിൽ ഒരു മലയാളി മാത്രം. 3 പേർക്ക് ഇക്കുറി പുനഃപ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. പട്ടികയിൽ വ്യാപകമായ മാറ്റങ്ങൾ ഉണ്ട് ഈ മാർക്കിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ ഉൾപ്പെടെ പശ്ചാത്തലത്തിൽ. അർജുൻ പീതാംബരനാണ് ഈ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.